എല്ലാവർക്കും നമസ്കാരം. വേദവിത്ത് ഹരിയിലേക്ക് സ്വാഗതം. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രക്കാരുടെ ഈ ഒരാഴ്ചക്കാലത്തെ ശുഭ അശുഭ ഫലങ്ങളും അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും നടത്തേണ്ടതായ വഴിപാടുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അശ്വതിയും ഭരണിയും കാർത്തിക കാലം ഉൾപ്പെടുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ നല്ലൊരു സമയമാണ് ഈ ഒരാഴ്ചക്കാലം. പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കുന്നതിനൊക്കെ ഏറ്റവും ഉചിതമായിട്ടുള്ള സമയമാണ്. വിവാഹാദി കാര്യങ്ങളുടെ തടസ്സങ്ങളൊക്കെ നീങ്ങി ഉത്തമമായ ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിനുള്ള യോഗങ്ങളൊക്കെ ഈ ഒരാഴ്ചക്കാലം ഇവർക്ക് പറയാം. എന്നിരുന്നാലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ദൂരദേശ യാത്രകൾ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. കഴിയാവുന്ന യാത്രകളൊക്കെ മാറ്റിവെക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും ഈ ഒരാഴ്ചക്കാലം അവരെ സംബന്ധിച്ച് ഉചിതമാകുന്നത്. മറ്റുള്ളവരുമായിട്ട് വാക്കുതർക്കങ്ങൾ വരാതിരിക്കാനും ഈ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇവരെ സംബന്ധിച്ച് ഇവരുടെ ദോഷശാന്തിക്ക് വേണ്ടിയിട്ടും കാര്യങ്ങളുടെ ഗുണസിദ്ധിക്ക് വേണ്ടിയിട്ടും സമീപത്തുള്ള ദേവീക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലിയും ജയദുർഗ മന്ത്രപുഷ്പാഞ്ജലിയും നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. കാർത്തിക മുക്കാലും രോഹിണിയും മകരത്തരയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണദോഷ മിശ്രിതമായിരിക്കുന്ന ഒരു ഫലമാണ് അനുഭവത്തിൽ വരാൻ പോകുന്നത്. ജീവിത സാഹചര്യങ്ങൾക്ക് മെച്ചപ്പെടുന്നതിനുള്ള യോഗങ്ങളൊക്കെ പറയുന്നുണ്ട് എങ്കിൽ തന്നെയും സാമ്പത്തികപരമായിട്ടുള്ള ചെലവുകൾ വളരെ വിഷമതകൾ ഉണ്ടാക്കുന്നതിനുള്ളൊരു സാഹചര്യം കൂടി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുടുംബ അന്തരീക്ഷം പൊതുവെ സമാധാനപൂർണ്ണമായിരിക്കും. ആരോഗ്യപരമായിട്ടുള്ള വലിയ ക്ലേശങ്ങളൊന്നും ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഈ ഒരാഴ്ചക്കാലം ഇവർക്ക് പറയാവുന്നതാണ്. മകരത്തരയും തിരുവാതിരയും പുണർദത്തി മുക്കാലും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന ശനി പലവിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കാം. ഉദര സംബന്ധമായ, നേത്ര സംബന്ധമായ, അസ്ഥി സംബന്ധമായിട്ടുള്ള ക്ലേശങ്ങളൊക്കെ ഈ ഒരാഴ്ചക്കാലം നമ്മളെ രോഗപരമായിട്ട് അലർട്ട് ചെയ്യുന്നു വരാം. അതുകൊണ്ട് തന്നെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്താൻ ശ്രമിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. ഇവരുടെ ദോഷങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടി സമീപത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തി മൃത്യുഞ്ജയ മന്ത്രത്തിന് അർച്ചനയും ജലധാരയും നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. പുണർദത്തിക്കാരും പൂയവും ആയില്യവും ഉൾപ്പെടുന്ന കർക്കിടക കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ വരാനിരിക്കുന്ന ഈ ഒരാഴ്ചക്കാലം ഏറെ ക്ലേശകരമായിരിക്കുന്ന ദിവസങ്ങളെന്ന് വേണം പറയാനായിട്ട്. പലപ്പോഴും ജീവിതത്തിൽ പലവിധ പ്രതിസന്ധികളും വന്നു ചേരേക്കാം. അപ്രതീക്ഷിതമായിട്ട് വരുന്ന തിരിച്ചടികൾ പലപ്പോഴും മനോവിഷമതകൾക്ക് ഇടയാക്കിയേക്കാം. അപ്രതീക്ഷിതമായ ധനനഷ്ടത്തെയും തൊഴിലിന് സ്ഥിരതയില്ലായ്മയും നമ്മുടെ കാര്യങ്ങൾക്കൊക്കെയുള്ള ഉന്മേഷക്കുറവിനെയൊക്കെ പറയാവുന്ന ഒരു സമയമാണ് ഈ ഒരാഴ്ചക്കാലം. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാർ പൊതുവെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. പുതിയ സംരംഭങ്ങളോ ധനപരമായിട്ടുള്ള കാര്യങ്ങളോ ആശയപരമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ കൈക്കൊള്ളുന്നത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും ഇവർക്ക് ഏറ്റവും നല്ലത്. ഏറ്റവും അടുത്ത് നിൽക്കുന്ന സുഹൃത്തുക്കളുമായിട്ടുള്ള സംഗമം വഴി അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഇടപെടലുകൾ വഴി നമുക്ക് കാര്യലാഭങ്ങൾ ഉണ്ടായിത്തീരുന്നതാണ്. പുണ്യക്ഷേത്ര ദർശനങ്ങൾക്കുള്ള ഭാഗ്യങ്ങളും ഈ ഒരാഴ്ചക്കാലം പറയാവുന്നതാണ്. മകം, പൂരം, ഉത്തരത്തിക്കാരിൽ ഉൾപ്പെടുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണപരമായിരിക്കുന്ന സമയമാണ്. 11ാം ഭാവത്ത് നിൽക്കുന്ന വ്യാഴം പലവിധത്തിലുള്ള ധനലാഭങ്ങളും ഇവർക്ക് ഉണ്ടാക്കും. അപ്രതീക്ഷിതമായിട്ട് വരുന്ന ധനലാഭങ്ങളൊക്കെ ഏറെ മനസ്സന്തോഷങ്ങൾ നൽകുന്നതാണ്. ദൂരദേശ യാത്രകൾ ചെയ്യുന്നതിനും പുണ്യക്ഷേത്ര ദർശനത്തിനുമുള്ള യോഗം ഈ ഒരാഴ്ചക്കാലം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ട് ബന്ധപ്പെട്ട് നിന്ന് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഏറെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതും മെഡിസിൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അതുപോലെ തന്നെ ബ്യൂട്ടീഷ്യൻ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഏറെ മെച്ചങ്ങൾ ഉണ്ടാക്കുന്ന സമയമാണ്. റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ഭൂമിപരമായിട്ടുള്ള ഇടപാടുകൾ വഴി ധനനഷ്ടം വരാതിരിക്കാനും നമ്മുടെ പേരിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാനുമായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇവർ ദോഷങ്ങൾ മാറി ഗുണഫലത്തിന് വേണ്ടിയിട്ട് ഗണപതി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ഗണപതി ഭഗവാന് മുക്കുറ്റിമാലയും കറുകമാലയും സമർപ്പിക്കുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും. പുണർദത്തിക്കാരും പൂയവും ആയില്യവും ഉൾപ്പെടുന്ന കർക്കിടക കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ വരാനിരിക്കുന്ന ഈ ഒരാഴ്ചക്കാലം ഏറെ ക്ലേശകരമായിരിക്കുന്ന ദിവസങ്ങളെന്ന് വേണം പറയാനായിട്ട്. പലപ്പോഴും ജീവിതത്തിൽ പലവിധ പ്രതിസന്ധികളും വന്നു ചേരേക്കാം. അപ്രതീക്ഷിതമായിട്ട് വരുന്ന തിരിച്ചടികൾ പലപ്പോഴും മനോവിഷമതകൾക്ക് ഇടയാക്കിയേക്കാം. അപ്രതീക്ഷിതമായ ധനനഷ്ടത്തെയും തൊഴിലിന് സ്ഥിരതയില്ലായ്മയും നമ്മുടെ കാര്യങ്ങൾക്കൊക്കെയുള്ള ഉന്മേഷക്കുറവിനെയൊക്കെ പറയാവുന്ന ഒരു സമയമാണ് ഈ ഒരാഴ്ചക്കാലം. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാർ പൊതുവെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. പുതിയ സംരംഭങ്ങളോ ധനപരമായിട്ടുള്ള കാര്യങ്ങളോ ആശയപരമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ കൈക്കൊള്ളുന്നത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും ഇവർക്ക് ഏറ്റവും നല്ലത്. ഏറ്റവും അടുത്ത് നിൽക്കുന്ന സുഹൃത്തുക്കളുമായിട്ടുള്ള സംഗമം വഴി അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഇടപെടലുകൾ വഴി നമുക്ക് കാര്യലാഭങ്ങൾ ഉണ്ടായിത്തീരുന്നതാണ്. പുണ്യക്ഷേത്ര ദർശനങ്ങൾക്കുള്ള ഭാഗ്യങ്ങളും ഈ ഒരാഴ്ചക്കാലം പറയാവുന്നതാണ്.
മകം, പൂരം, ഉത്രത്തിക്കാൽ ഉൾപ്പെടുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണപരമായിരിക്കുന്ന സമയമാണ്. 11ാം ഭാവത്ത് നിൽക്കുന്ന വ്യാഴം പലവിധത്തിലുള്ള ധനലാഭങ്ങളും ഇവർക്ക് ഉണ്ടാക്കും. അപ്രതീക്ഷിതമായിട്ട് വരുന്ന ധനലാഭങ്ങളൊക്കെ ഏറെ മനസ്സന്തോഷങ്ങൾ നൽകുന്നതാണ്. ദൂരദേശ യാത്രകൾ ചെയ്യുന്നതിനും പുണ്യക്ഷേത്ര ദർശനത്തിനുമുള്ള യോഗം ഈ ഒരാഴ്ചക്കാലം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ട് ബന്ധപ്പെട്ട് നിന്ന് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഏറെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതും മെഡിസിൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അതുപോലെ തന്നെ ബ്യൂട്ടീഷ്യൻ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഏറെ മെച്ചങ്ങൾ ഉണ്ടാക്കുന്ന സമയമാണ്. റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ഭൂമിപരമായിട്ടുള്ള ഇടപാടുകൾ വഴി ധനനഷ്ടം വരാതിരിക്കാനും നമ്മുടെ പേരിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാനുമായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇവർ ദോഷങ്ങൾ മാറി ഗുണഫലത്തിന് വേണ്ടിയിട്ട് ഗണപതി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ഗണപതി ഭഗവാന് മുക്കുറ്റിമാലയും കറുകമാലയും സമർപ്പിക്കുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും. ഉത്രത്തിക്കാലും അത്തവും ചിത്തിരത്തിരയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർ ഈ ഒരാഴ്ചക്കാലം വളരെ ശ്രദ്ധിച്ചു വേണം മുന്നോട്ട് പോകാൻ. വാഹന അപകടങ്ങൾക്കൊക്കെയുള്ള യോഗങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ട് ഏറെ ശ്രദ്ധിക്കേണ്ടതായ ഒരു സമയമാണ്. ഷുഗർ പേഷ്യൻറ്റുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അവരുടെ ഭക്ഷണ ക്രമീകരണങ്ങൾ വരുത്താൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ഫാറ്റി ലിവറൊക്കെ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിച്ച് വേണം ഈ ഒരാഴ്ചക്കാലം മുന്നോട്ട് പോകാൻ. അവരും ഭക്ഷണകാര്യങ്ങൾ പ്രത്യേക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. പൊതുവെ ആലസ്യതമായിരിക്കുന്ന ഒരു സ്വഭാവവിശേഷം ഇവർക്ക് പറയാവുന്നൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള മടിയും ആലസ്യതകളൊക്കെ മാറ്റിവെക്കുക. കാര്യങ്ങളെ ശുഭപരമായിട്ടുള്ള രീതിയിൽ ചിന്തിക്കാനായിട്ടും കൂടി ശ്രമിക്കുക. നെഗറ്റീവ് ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് കഠിനമായി പ്രയത്നിക്കേണ്ടതായ ഒരാഴ്ചക്കാലമാണിത്. മറ്റുള്ളവരുമായിട്ട് പങ്കുചേർന്ന് നടത്തുന്ന കച്ചവടങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ചു വേണം മുന്നോട്ട് പോകാനായിട്ട്. നടത്തിക്കൊണ്ടിരിക്കുന്നവർ അത് ശ്രദ്ധിക്കുക. പുതിയതായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഒന്നുകൂടെ പുനർചിന്തനം നടത്തിയതിന് ശേഷമേ കച്ചവടങ്ങളൊക്കെ നടത്താനായിട്ട് പാടുള്ളതുള്ളൂ. ഇവരെ സംബന്ധിച്ച് ദോഷശാന്തിക്കായിട്ട് അയ്യപ്പസ്വാമിക്ക് ശനിയാഴ്ച ദിവസം എള്ളുകിഴിയും നീരാഞ്ജനവും തെളിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. ഇത്തരത്തിലെയും ചോദ്യം വിശാഖത്തിൽ മുക്കാലും ഉൾപ്പെടുന്ന തുലാക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണപരമായിരിക്കുന്ന സമയമാണ്. കുടുംബത്തിനും തനിക്കും ആരോഗ്യപരമായിട്ടുള്ള ക്ലേശങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ മുന്നോട്ട് പോകുന്നതിനുള്ള യോഗങ്ങൾ പറയുന്നുണ്ട്. സാമ്പത്തികപരമായിട്ടുള്ള പുരോഗതിക്കുള്ള യോഗവും ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരാഴ്ചക്കാലം പറയാവുന്നതാണ്. വിഷാദകാലും അനിഴവും തൃക്കേട്ടയും ഉൾപ്പെടുന്ന വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ എല്ലാ മേഖലയിലും ശ്രദ്ധിക്കേണ്ടതായ ഒരു സമയമാണ്. തൊഴിൽ നഷ്ടത്തിനൊരു യോഗം പറയുന്നുണ്ട്. വിദേശ യാത്രകളൊക്കെ ശ്രമിക്കുന്നവർ ഒന്നുകൂടെ ആലോചിച്ച് ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാനായിട്ട്. കമ്പനികളെ നമ്മൾ തൊഴിലുകളൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ വഞ്ചിക്കപ്പെടാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ തൊഴിലിന് വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് ധനം കൊടുക്കാതിരിക്കാനും ഈ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇവരെ സംബന്ധിച്ച് ഗൃഹാന്തരീക്ഷം പൊതുവെ ഗുണദോഷ മിശ്രിതമായിരിക്കുന്ന ഒരു ഫലമാണ് ഈ ഒരാഴ്ചക്കാലം അനുഭവയോഗമാകുക. സഹോദരങ്ങളുമായിട്ട് കലഹിക്കേണ്ട യോഗങ്ങളൊക്കെ കഴിയാവുന്ന ഒഴിവാക്കി നിർത്താനായിട്ട് ശ്രമിക്കേണ്ടതാണ്. ഇവരെ സംബന്ധിച്ച് ഇവരുടെ ദോഷങ്ങളൊക്കെ മാറി ഗുണഫലത്തിന് വേണ്ടി സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മൂലം, പൂരാടം, ഉത്രാടത്തിലും ഉൾപ്പെടുന്ന ധനുക്കൂറുകാരെ സംബന്ധിച്ച് പുതിയ ഗൃഹങ്ങൾക്കുള്ള വാഹനങ്ങൾക്കും ഗൃഹങ്ങൾക്കും ഉള്ള യോഗത്തെ പറയുന്നുണ്ട്. ഗൃഹനിർമ്മാണത്തിന് വേണ്ടി ആരംഭിക്കുന്നവർക്കൊക്കെ ഏറ്റവും അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് ഈ വരാൻ പോകുന്ന ഒരാഴ്ചക്കാലം. അതുകൊണ്ട് തന്നെ പുതിയ നിർമ്മാണ പ്രവൃത്തി മേഖലയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും അതിനെ അനുകൂലമായിരിക്കുന്ന ഒരു സാഹചര്യം ഈ ഒരാഴ്ചക്കാലം സംജാതമാകും. ഇവരെ സംബന്ധിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പൊതുവെ ഗുണപരമായിരിക്കുന്ന സമയം തന്നെയാണ് ഈ ഒരാഴ്ചക്കാലം. എങ്കിലും യൗവനാവസ്ഥയ്ക്ക് മേലിലുള്ളവരുടെ കാര്യങ്ങളൊക്കെ പൊതുവെ നെഗറ്റീവ് ഫലങ്ങളായിട്ടായിരിക്കും ഇപ്പോൾ അനുഭവയോഗ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ അവരുടേതായ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മൾ കുറേ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യാനും കൂടി ശ്രമിക്കേണ്ടതാണ്. ഉത്രാടത്തി മുക്കാലും തിരുവോണവും അവിട്ടത്തരയും ഉൾപ്പെടുന്ന മകരക്കൂറുകാരെ സംബന്ധിച്ച് 6ാം ഭാവത്ത് നിൽക്കുന്ന വ്യാഴം അവരെ പലവിധത്തിലുള്ള ക്ലേശങ്ങൾക്കും ഇടയാക്കിയേക്കാം. തൊഴിൽ നഷ്ടത്തിനോ സ്ഥാനഭ്രംശത്തിനോ യോഗം പറയാം. നമ്മുടെ കൂട്ടത്തിൽ നിന്നവർ തന്നെ നമുക്കെതിരെ പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു യോഗം കൂടി ഈ ഒരാഴ്ചക്കാലം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കാൻ പ്രത്യേകം ഈ നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവരുടെ ദോഷശാന്തിക്കായിട്ട് ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തരമുക്കാലും തിരുവോണവും അവിട്ടത്തിരയും ഉൾപ്പെടുന്ന മകരക്കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് മേറെ നേട്ടങ്ങളുണ്ടാകുന്ന സമയമാണ്. സന്താന തടസ്സങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്ക് ആ തടസ്സങ്ങളൊക്കെ മാറിച്ചാൽ സന്താന ഭാഗ്യം ഉണ്ടാകുന്നതിനുള്ള യോഗങ്ങളൊക്കെ ഇനി വരുന്ന വർഷക്കാലത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആശുപത്രിവാസവുമായിട്ട് ബന്ധപ്പെട്ട്
അല്ലെങ്കിൽ ആശുപത്രിയിൽ ചികിത്സാ സഹായം തേടേണ്ടവർക്കൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇവരെ സംബന്ധിച്ച് ആരോഗ്യപരമായിട്ട് കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതായ ഒരു സമയമാണ്. പെട്ടെന്ന് വരുന്ന ദേഷ്യത്തെ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുന്നത് കുടുംബ അന്തരീക്ഷം പൊതുവെ സമാധാനപൂർണ്ണമാക്കാനായിട്ട് ഉപകരിക്കുന്നതും കൂടിയാണ്. ഇവരുടെ ദോഷങ്ങളൊക്കെ മാറാനായിട്ട് ദേവീക്ഷേത്ര ദർശനം നടത്തി വെള്ളിയാഴ്ച ദിവസം ദേവിക്ക് ലളിതാ ത്രിശതി നാമ മന്ത്രപുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. ഇട്ടതരയും ചതയവും പൂരുരുട്ടാതി മുക്കാലും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണപരമായിരിക്കുന്ന ഒരു സമയമാണ്. പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സമയം എന്നുകൂടി വേണം ഇവർക്ക് പറയാനായിട്ട്. ഗൃഹാന്തരീക്ഷവും സാമ്പത്തിക കാര്യങ്ങളൊക്കെ പൊതുവെ തനിക്ക് അനുകൂലമാകുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളൊക്കെ സംജാതമാകും. വിദേശ ജോലികൾക്കൊക്കെ ശ്രമിക്കുന്നവർക്കും വിദേശത്ത് ജോലികളൊക്കെ ഏർപ്പെട്ട് നിൽക്കുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇവരുടെ സമയപ്രകാരം ഇവരുടെ ശനിയുടെ ദോഷം ഇവരുടെ ജോലി സംബന്ധമായിട്ടുള്ള പലവിധത്തിലുള്ള ക്ലേശങ്ങൾക്ക് ഇട നൽകിയേക്കാം. പെട്ടെന്ന് വരുന്നതായ മനോവിഷമതകൾ ഇവർ പ്രകടിപ്പിക്കാതെ ഇരിക്കുന്നത് ഒരു ന്യൂനതയാണ്. നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് തുറന്നു പറയാനായിട്ട് തന്നെ ശ്രമിക്കുക. മടി ആലസ്യതയൊക്കെ മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നൊരു പ്രതിജ്ഞ കൂടി ഈ നക്ഷത്രക്കാർ സ്ഥിരീകരിക്കേണ്ടതാണ്. ഉരുട്ടാതിക്കാലം ഉത്രട്ടാതിയും രേവതിയും ഉൾപ്പെടുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ എല്ലാ കാര്യങ്ങൾക്കും ഗുണദോഷ മിശ്രിത ഫലമായിരിക്കും അനുഭവത്തിൽ വരിക. അവരുടെ ഗൃഹാന്തരീക്ഷം പൊതുവെ സമാധാനപൂർണ്ണമായിരിക്കും എങ്കിൽ തന്നെയും പല വിധത്തിലുള്ള കലഹങ്ങൾ ഗൃഹാന്തരീക്ഷത്തിൽ സംജാതമാകും. ശുഭാപ്തി വിശ്വാസം ഉള്ളൊരു നക്ഷത്രക്കാരായതുകൊണ്ട് തന്നെ അവരുടെ പല കാര്യങ്ങളും അവരുടെ മനോബലം കൊണ്ട് തന്നെ നേടിയെടുക്കാനും ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. ഇവരെ സംബന്ധിച്ച് ഒരാഴ്ചക്കാലം സുബ്രഹ്മണ്യ ഭഗവാൻ കുമാരസൂക്ത മന്ത്രപുഷ്പാഞ്ജലി നടത്തുന്നതും ശിവക്ഷേത്രത്തിൽ പിൻവിളക്ക് ജലധാര നടത്തി പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും. എല്ലാവർക്കും ശുഭഫലത്തെ നേർന്നുകൊണ്ട് നമസ്കാരം.